ഹലോ ചങ്ങായിമാരെ, അങ്ങനെ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ കാണുന്ന പരിപാടി എന്താണെന്നറിയോ? ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർപാസിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാൾ കങ്ങത്തിരുന്നതിന് ശേഷം ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ആട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ വർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ആശ്വാസമായിരിക്കില്ലേ? ഇപ്പം തന്നെ റോഡ് ശരിയായിട്ട് നമുക്കെല്ലാവർക്കും ഇതുവഴി കടന്നു പോകാമെന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരിക്കില്ലേ? പക്ഷേ അതൊന്നും അല്ല കേട്ടോ. ഇത് ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഈ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിലവിൽ ഉണ്ടായിരുന്ന നമ്മളെ റെയിൽവേ ട്രാക്കില്ല, അതായത് ഗേറ്റ് വഴി നമ്മൾ കടന്നു പോയപ്പോൾ ഉണ്ടായിരുന്ന ട്രാക്കില്ലേ, അത് അവിടുത്തെ മണ്ണ്, അതിൻ്റെ താഴത്തെ മണ്ണെടുത്ത് മാറ്റിയിട്ട് ആ ട്രാക്കും പൊളിച്ച് മാറ്റിയിട്ട് അവിടേക്ക് ഒരു താൽക്കാലിക റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുക എന്നുള്ള വർക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ താൽക്കാലിക ട്രാക്ക് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവർ താഴത്തു കൂടെ മണ്ണെടുത്തിട്ട് നമ്മൾ അണ്ടർപാസിനുള്ള മണ്ണെടുത്തിട്ട് കുഴിക്കും. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. 3 ഇറ്റാച്ചികൾ വെച്ചിട്ട് ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ പണി തീർക്കാനുള്ള പരിപാടി. നമുക്ക് കാണുമ്പോൾ അതൊരു ചെറിയ ഭാഗമാണെങ്കിൽ കൂടി ഒരുപാട് ലോഡ് മണ്ണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു 15ഓളം ലോഡ് മണ്ണ് അവിടെ നിന്ന് എടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അവിടെയുള്ള മണ്ണെല്ലാം നീക്കി ലോറിയിലേക്ക് ആക്കി അത് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന അമരക്കാരനാണ് കേട്ടോ ഇതിൻ്റെ കോൺട്രാക്ടർ. ഉറക്കമില്ലാത്ത പണിയാട്ടോ, സമാധാനം ഇല്ലാത്ത വർക്കാണ്. രാത്രിയിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് ട്രെയിൻ, അതിൻ്റെ 10 മണീൻ്റെ ട്രെയിൻ പോയതിന് ശേഷം അപ്പം തുടങ്ങിയ വർക്കാട്ടത്. അതുപോലെ തന്നെ ഈ കോൺട്രാക്ടറിൻ്റെ മുന്നിലുള്ളതൊരു വൻ ടാസ്ക്കാണ്. ഈ 10 മണിക്ക് പോയ ട്രെയിനിന് ശേഷം പിന്നീടുള്ള ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ 5:30ക്കുള്ള ട്രെയിനാണ്. ആ ട്രെയിൻ പോകാനാകുമ്പോഴേക്കിനും ഇവിടെ ഒരു പുതിയ ട്രാക്ക് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അതിനുള്ള ഓട്ടത്തിലാണ് ഇവരെല്ലാവരും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ 2 അറ്റത്തും 2 ബേസ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബേസ് നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് ആ താൽക്കാലിക ട്രാക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ എന്താണ്, നമ്മളിതിൻ്റെ ബേസ് അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അവിടെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് 2 എൻഡിലും. അപ്പുറത്തെ എൻഡിലും ഇതുപോലെ ഇട്ടാച്ച് നിന്നിട്ട് ലെവൽ ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തും ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന എൻ്റെ ഏകദേശം ലെവലായിട്ടുണ്ട്. എന്നിട്ട് ആ ബേസ് അവർ അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് ഇപ്പോൾ ഈ ലെവൽ ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് സ്ഥാപിപ്പിക്കും കേട്ടോ. അവരത് വലിയ റോപ്പ് കൊണ്ട് ആ ഹിറ്റാച്ചീൻ്റെ അറ്റത്തിലേക്ക് ഇത് വെച്ച് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അത് വെച്ച് പൊക്കും. എന്നിട്ട് അത് എടുത്ത് കൊണ്ടുവന്നിട്ട് ആ ലെവൽ ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ട് സ്ഥാപിക്കാൻ പോവുകയാണ്. അങ്ങനെ അത് ആ ബേസ് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ലെവൽ ചെയ്യണം. ഒരുപാട് പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്നത് അവിടെ. അതുപോലെ തന്നെ ആ നീല ഷെഡ് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നേഴ്സും അതുപോലെ ഡോക്ടറും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട മെഡിസിനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള കേട്ടോ അത്. അങ്ങനെ അത് പഴയ ആ സ്ഥലം ഇപ്പോൾ പാടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവിടെയുള്ള മണ്ണെല്ലാം നീക്കം ചെയ്തിട്ട് ഇപ്പോൾ അവിടെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആ താൽക്കാലിക ട്രാക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് മുറിച്ച് മാറ്റിയ ട്രാക്കിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 2 ഇറ്റാച്ചിയും കൂടെ ചേർന്നിട്ട് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുറിച്ച് മാറ്റി ആ ട്രാക്കിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പല ജീവനക്കാരുടെ നിയന്ത്രണത്തിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ലെവലാക്കി വെക്കണം കേട്ടോ, അത് വൻ ടാസ്ക്കാണ്.
ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലായി. 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാളി കഴിഞ്ഞാൽ അത് ലെവലാവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പല പല ചെറിയ കാരണങ്ങൾ മൂലം വർക്ക് ചെറിയ രീതിയിൽ ഡിലേ ഒക്കെ വന്നിട്ടോ. കാരണം ഈ സാറൊക്കെ എണീറ്റ് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ അത് മൂവ് ചെയ്ത് അവസാനം നമ്മളെ ജോയിൻ ചെയ്യാനുള്ള ട്രാക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇവിടെ വന്നു കേട്ടോ. കാരണം അത് കാരണം ഇവരുടെ വർക്ക് ഒരുപാട് സമയം പെൻഡിങ് ആയി. കാരണം അത് ശരിയാക്കാതെ വേറെ ഒരു പണി മുന്നോട്ട് പോകില്ല. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാട്ടോ എല്ലാവരും. ഇപ്പോൾ ഇതുവരെ ആ ചെറിയൊരു ഗ്യാപ്പ് വന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടട്ടെ. രാവിലെ പൊന്താത്ത് അങ്ങനെ ഒരുപാട് സമയത്ത് കാത്തിരിപ്പിനൊടുവിൽ ഇത് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ട് ഇവർക്ക് എല്ലാവർക്കും 2 എൻഡും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് രാവിലത്തെ ഈ ഒരു കാഴ്ച കണ്ടതിന് ശേഷമാട്ടോ നമുക്ക് എല്ലാവർക്കും സമാധാനമായിട്ടുള്ളത്. കണ്ടില്ലേ, എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു കേട്ടോ. വേറൊരു സത്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനിയും നമുക്ക് ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും കേട്ടോ.